എല്ലാവർക്കും ഉമ്യാൻമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ എല്ലാവരും വെക്കേഷൻ ഒക്കെ തീരാറായി, ക്ലാസ് ഒക്കെ തുടങ്ങാറായിട്ടുണ്ട്. ചിലരൊക്കെ പുതിയ ബാഗൊക്കെ ഇപ്പൊ വാങ്ങിയിട്ടുണ്ടാകും. ഞാനിപ്പോ കഴിഞ്ഞ വർഷത്തെ ബാഗാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഈ വീഡിയോയില്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്റെ പഴയ ബാഗാണിത്. കഴിഞ്ഞ വർഷം ഞാൻ ഉപയോഗിച്ചിരുന്ന ബാഗാണ്. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ചെളിയൊന്നും അധികം അറിയാൻ പറ്റില്ല, എന്നാലും നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാഗിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ടബ് എടുക്കുന്നുണ്ട്. ഇതിൽ ഹാഫ് ഭാഗം മുഴുവൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാത്രം നിറയെ ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള വെള്ളമാണ്, അതുകൊണ്ട് തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം കിട്ടും നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കുറച്ച്, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നാലും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ ബാഗിന്റെ ചെളിയൊക്കെ നല്ലപോലെ കളഞ്ഞെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് ഈനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അവ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അതിന്റെ നീര് ഫുള്ള് പിഴിഞ്ഞ വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാമ്പുവോ ഡിറ്റർജന്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് എടുക്കുന്നത്. അതൊരു മൂടിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ പതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ല പതയൊക്കെ വരുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ കിടക്കുന്ന ഉപ്പൊക്കെ നല്ലപോലെ ഈ വെള്ളത്തിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ എടുത്ത ബാഗ് നമുക്ക് ഇതിലേക്ക് മുക്കി വയ്ക്കാം. ബാഗ് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ഒരു പാത്രം വേണം എടുക്കാൻ. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് ഇട്ടിട്ട് ഇതിൽ നല്ലപോലെ മുക്കിയെടുക്കാം. അപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ മുക്കി വയ്ക്കുന്നുണ്ട്. ഒരു 1-2 മണിക്കൂർ വേണം മുക്കി വയ്ക്കാൻ. എല്ലാ സൈഡും നല്ലപോലെ മുക്കിയെടുക്കണം. അപ്പം തന്നെ അതിൻ്റെ ചെളിയെല്ലാം ആ വെള്ളത്തിലേക്ക് പിടിക്കും. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ബാഗ് എടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ച് നേരത്തെ ഡിറ്റർജൻറ്റ് കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ബാഗിൽ ചെളിയായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു നല്ല വെള്ളത്തിലിട്ടൊന്ന് കഴുകണം. രണ്ട് തവണ ഞാൻ നല്ല വെള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് കഴുകിയതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാനത് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ എൻ്റെ ബാഗ് കണ്ടാൽ തന്നെ അറിയാം കുറേ ചെളിയൊക്കെ അതിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ബാഗ്. എൻ്റെ കറുത്ത ബാഗായതുകൊണ്ട് അധികം ചെളി പോയ ഡിഫറൻസ് അറിയാൻ പറ്റുന്നില്ല, എന്നാലും നല്ല രീതിയിൽ ചെളി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബാഗ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.